7 സീറ്റർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു വീഡിയോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്രയും വലിയ നഷ്ടമാണ്. 14 മോഡൽ 14 ഇന്നോവ നിങ്ങൾ കൊടുക്കുന്ന വില എത്ര? വെറും 595. അത് ഫുള്ള് ലോണും ചെയ്തെടുക്കാം, ₹1 മുടക്കണ്ട, ഫുള്ള് ലോണും ചെയ്തെടുക്കാം. ഫുള്ള് ലോണിൽ ഇന്നോവ കാറാ? അതെ. ഇനി 15V ഓപ്ഷൻ കേരള വാഹനൊക്കെ നിങ്ങൾക്ക് 899 കൊടുക്കാം. കേരള കേരള അതും 83,000 കിലോമീറ്റർ V ഓപ്ഷൻ ഹിസ്റ്ററി ഉള്ള ഫോർച്യൂണർ എത്ര കൊടുക്കാം? 720 കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണറാ? 4x4 വാഹനം പുതിയ 5 വർഷത്തെ പേപ്പർ എടുത്തോണ്ടെങ്കിൽ 7,20,000 രൂപ കൊടുക്കാം നമുക്ക്. ഇത്രയും പൊട്ടിച്ച് കൊടുക്കന്നെ. ഇനി 13 ഫോർച്യൂണർ 5 സ്പീഡ് വരുന്ന ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വേണമെങ്കിൽ 12.5 ലക്ഷം രൂപ കൊടുക്കാം. ഇനി ഇതിലും വില കുറഞ്ഞൊക്കെ എവിടെ ദുനിയാവിൽ എവിടെയും കിട്ടോ? നല്ല ഖിദ്മത്തിന്റെ കാറുകളാണ് അല്ലേ? അപ്പോ സമീർ ഭായി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരോട് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. വാഹനം എടുക്കുമ്പോൾ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വാഹനം ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. അതിപ്പോ ഏത് ഷോപ്പിൽ നിന്നാണെങ്കിലും നമുക്ക് മാക്സിമം നമ്മൾ വാഹനം നേരിട്ട് പോയിട്ട് കണ്ടിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ആളുകളുണ്ട്, അങ്ങനെ ചെയ്ത് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വാഹനങ്ങളുടെ ഹിസ്റ്ററി നിങ്ങൾ ഏത് വാഹനത്തിന്റെ അവരെ ബ്രാഞ്ചിൽ അവരെ നാട്ടിലെ ബ്രാഞ്ചിൽ പോയാലും മതി. അതുപോലെ തന്നെ ഒരു 5 ലക്ഷം രൂപന്റെ വാഹനം എടുക്കുമ്പോൾ ഒരു 500 രൂപന്റെ ഹിസ്റ്ററി എടുക്കാൻ എന്താ നമുക്ക് നഷ്ടം? നഷ്ടമില്ല. അപ്പൊ വാഹനത്തിന്റെ ഏത് വാഹനത്തിന്റെയും നമ്പർ നമ്മൾ ഇവിടെ ഒരു വണ്ടിക്കും നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല. നമ്മളുടെ വണ്ടിയുടെ ഹിസ്റ്ററി നിങ്ങൾ എടുത്തിട്ട് മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. മാക്സിമം 90% നമ്മുടെ കയ്യിൽ ഹിസ്റ്ററി ഉണ്ടാവും. എങ്കിൽ പോലും അത് നിങ്ങൾ തന്നെ നിങ്ങളെ ഭാഗത്ത് നിന്ന് എടുക്കാനാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമാണ്. അപ്പൊ 2012 മുതൽ മോഡൽ വരുന്ന ഏത് വാഹനം ആണെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഫോർച്യൂണർ ഒക്കെ ആണെങ്കിൽ 2010 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ കസ്റ്റമർക്കൊക്കെ ചെറിയൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ചെറിയ വാഹനങ്ങൾ വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ ഓൾ കേരള ലോൺ ചെയ്യാൻ പറ്റും, ഓൾ കേരള നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. എല്ലാ ഓപ്ഷനും RB മോട്ടോഴ്സിലുണ്ട്. ജസ്റ്റ് നമ്മളിപ്പോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെ പറ്റിയുള്ള ആകെയുള്ള മൈനസ് ഫോൺ അടിച്ചെടുക്കൂല എന്നുള്ള. ഫോൺ അടിച്ചെടുക്കുന്നില്ല. ഒരു ദിവസം 3 വീഡിയോ എങ്കിലും അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തി. 4 ആളുകളെ നമുക്ക് അതിനായിട്ട് ഏർപ്പാടാക്കി പുതിയ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടെൻഷനും വേണ്ട. ഏത് സമയത്തും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന വിഷയം അത് നമ്മൾ പരിഹരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് കഴിയാത്ത അത്രയും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വിഷയം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു 3 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഒരു വീഡിയോ മിനിമം 1 ലക്ഷം ആളുകൾ 1.5 ലക്ഷം ആളുകൾ കാണുമ്പോൾ ഒരു 10,000 ആളിൽ 100 ആള് വിളിക്കാൻ തന്നെ ചറപ്പറ വിളികളാണ്. ഒരാളെ കൊണ്ട് കഴിയാത്ത അത്രയും കോളുകളാണ്. നിങ്ങളെ കുറ്റം പറയുന്നില്ല, നമ്മളെ തന്നെ കുറ്റക്കാര്. കാരണം അത്രത്തോളം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഇതുവരെ എടുക്കാതിരുന്നത് സോറി ചോദിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ ഇനി അതിനുള്ള പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മാക്സിമം നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സൊല്യൂഷനുകൾ വേറെ ഉണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമർക്ക് ഇതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അറിവുള്ള ആളുകൾ ഇതിനെ പറ്റി ഉണ്ടാവും. കാരണം എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും. ഇത്രയും ആളുകൾ കോൾ ചെയ്യുമ്പോൾ കാരണം ഒരു കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ 10 ലക്ഷം ആളുകൾ 1 മില്യൺ ആളുകൾ കണ്ടു. ഈ 1 മില്യൺ ആള് കാണുമ്പോൾ എത്ര ആളുകൾ ഇന്ന് വിളിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വിളിക്കുന്നു. അതുകൊണ്ടാണ് മാത്രമാണ് ഒന്നുമില്ല നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്. അപ്പൊ ഇനി ഒരു ടെൻഷനും വേണ്ട. 4 ബോഡി ഗാർഡിനെ RB മോട്ടോഴ്സിൽ നിർത്തിച്ചിട്ടുണ്ട്. അത് ഷമീർ ഭായിന്റെ ഇടതും വലതും ആയിട്ടുണ്ടാവും. ഏത് പാതിരാക്ക് വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. കുറെ സംസാരിച്ച് ലാഗടിപ്പിക്കണ്ട. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. മലപ്പുറം വണ്ടൂര് പുളിയക്കോടാണ് കറക്റ്റ് ലൊക്കേഷൻ. പെരിന്തൽമണ്ണ ടു തൃശ്ശൂർ റോഡില് ഒരു 1.5 കിലോമീറ്റർ ടൗണിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഹൈവേ റോഡിൽ തന്നെ സൈഡിൽ തന്നെയാണ്. നിങ്ങൾക്ക് പെരിന്തൽമണ്ണ വരുന്ന ആളുകൾ വണ്ടൂർ എത്തുന്നതിന്റെ മുന്നേ 1.5 കിലോമീറ്റർ മുന്നേ. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്, വണ്ടൂരാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോകാം. ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് ഇവിടെ ഒരു ബൈക്ക് വാങ്ങുന്ന പൈസക്ക് ഒരു 7 സീറ്റ് വാഹനം, അതും നല്ല മെക്കാനിക്കുള്ള ഒരു വാഹനം കൂടിയാണ്. എങ്ങനെയാണ് ബ്രോ ഇത്? ഫുൾ ഓപ്ഷൻ വരുന്ന 2027 വരെ പേപ്പർ ഫുൾ വാലിഡ് ഉള്ള വാഹനം. മഹീന്ദ്രന്റെ സ്കോർപിയോ ഫുൾ ഓപ്ഷൻ. അത് M2DA എഞ്ചിന്, AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, അലോയിൽ 99% കണ്ടീഷനോടുകൂടിയ ടയർ ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് പോലും മാറിയിട്ടില്ല. 1.25 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ ലോങ് ഡ്രൈവ് കണ്ടീഷനാണ്. ഇനി ഡൽഹിയിൽ നിന്നല്ല UP എന്ന് വന്നാലും നമുക്ക് വണ്ടി ഓടിച്ചു പോകാനുള്ള കണ്ടീഷനാണ്. ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ദൂരം പോകുകയാണെങ്കിൽ മാറ്റിക്കൊണ്ടു. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല പിന്നെ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വാട്ടർ ചാനലിലോ കാര്യങ്ങളൊന്നും വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. എന്ത് എന്നാലും
1.25 ലക്ഷം രൂപക്ക് 4 ടയറിന് ഇതിന് കൊടുക്കണം 50,000 രൂപ. അത്രയും കണ്ടീഷനോട് കൂടിയ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഇപ്പൊ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 1.25 കൊടുക്കുക. അപ്പൊ പണം വിളിച്ചോ. ഒരു ജമാഅത്തിന്റെ ആളുകൾക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വാഹനമാണ്. അതും മഹീന്ദ്രന്റെ മറാസോ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു പീസാട്ടോ. എവിടെ കിട്ടൂല, റയർ ആണ് സാധനം. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? 18 മോഡല്, സിംഗിൾ ഓണർ, ഡീസൽ, ഫുൾ ഓപ്ഷൻ. രണ്ടും 7 സീറ്റർ ആണ്, രണ്ടും ഫുൾ ഓപ്ഷൻ ആണ്, രണ്ടും കേരള വാഹനമാണ്. ഓക്കെ, അതിന് നമ്മൾ അടുത്തതിൽ പറയാം. ഇതിന് പറഞ്ഞു 2018 M8 സിംഗിൾ ഓണർഷിപ്പ് 7,50,000 രൂപ കൊടുക്കാം. 7,50,000 ഫൈനൽ കൊടുക്കാം. മാക്സിമം ഫുള്ളി ലോണിലും ചെയ്യാനും പറ്റൂല. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്രൈവറ്റ് വാഹനമല്ല, പ്രൈവറ്റ് ടാക്സി വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇത് ലോൺ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ? സിവിലും ബാങ്കിങ്ങും ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ വാഹനം വിളിച്ചോ. ഇവിടെ വീണ്ടും ഒരു മറാസോ അല്ല, ഇതെങ്ങനെയായിരുന്നു? ഇത് മറാസോ അല്ല, ഇത് XUV അല്ല, XUV 500 വരുന്ന W10 സൺറൂഫ് വരുന്ന ഒരു വണ്ടി. 2015 ലാസ്റ്റ് മോഡൽ, 2 lakh കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, ഡീസൽ ടോപ്പ് വേരിയന്റ്. ഡീസലില് ഏറ്റവും ടോപ്പ് 6 ലക്ഷം രൂപ കൊടുക്കുക. 6 രൂപ കൊടുക്കുക. ഫുള്ള് ലോൺ ചെയ്തു. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസ ഉള്ളൂ അല്ലെ? പുതിയ ലോൺ ചെയ്യല 18 ലക്ഷം രൂപന്റെ അടുത്ത് വില വന്നിട്ടുണ്ട്. 3-1 പ്രൈസ് ആയിട്ട് ഇപ്പൊ ചുരുങ്ങിയിട്ടുണ്ട് തന്നെ. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കൂ. വണ്ടി മെക്കാനിക് ഫിറ്റ് അല്ലേ? കമ്പനി സർവീസ്, റീപ്ലേസ്, ഫ്ലഡ്, ആക്സിഡന്റ് കാര്യങ്ങളും 2 വണ്ടിയിലില്ല. 2 വണ്ടിന്റെ ഹിസ്റ്ററി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. 2 വണ്ടി കണ്ടീഷൻ മീറ്റ് കൊടുക്കാം. ഇവിടെ ഒരു മോഡൽ കൂടിയ ഒരു ഇന്നോവ കാറാണ് നിങ്ങൾ കാണിക്കുന്നത്. സ്വിഫ്റ്റ് കാറിന്റെ പൈസ ഉള്ളൂ കേട്ടോ ഇതിന്. എങ്ങനെയാണ് ബ്രോ? 2014 9 മാസം ഹരിയാന നമ്പർ ആയ വാഹനം. നമ്പർ മാറിയ ഒരു വണ്ടി 2014 ലാസ്റ്റ് ആണ് വാഹനം. ടൈപ്പ് 4 കമ്പനി വരുന്നതാണ്. അതുപോലെ തന്നെ 2 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ബാക്ക് വൈപ്പർ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC ഒക്കെ വരുന്ന കമ്പനി G4 വരുന്ന വാഹനം. അപ്പൊ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഓപ്ഷനിൽ വ്യത്യാസമില്ല. അല്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ വില കുറച്ച് കൊടുക്കാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. 90% വണ്ടികളുടെ ഫ്രണ്ട് ഗ്ലാസ് മാറിയത് കമ്പനിന്ന് അല്ലാതെ മാറുന്നതാണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല. അപ്പൊ ഇവരെ ഭാഗത്ത് ഫുൾ ക്ലിയർ ആണ്. പിന്നെ ഓഫർ വിലക്ക് കൊടുക്കാണ്. 5,95,000 രൂപ ഫൈനൽ റേറ്റ് ആണ്. ഫൈനൽ റേറ്റ്. അതിന് നമുക്ക് പുതിയ ഇൻഷുറൻസ് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. നമ്പർ ആയ ഒരു വണ്ടിയാണ്. ഇനിയിപ്പോ NOC ചോദിച്ചാലല്ലോ, NOC ചോദിക്കണ്ട, നമ്പർ ആയിട്ടാണ് വണ്ടി. ഫ്രണ്ട് സ്കേർട്ട്, സൈഡ് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ബോഡി കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. 8 സീറ്റ് വണ്ടിയാണ്. ഇൻക്ലൂഡ് ആണ്. 2014 ലാസ്റ്റ് 2 lakh കിലോമീറ്റർ ഹരിയാന നമ്പർ ആയിട്ടുള്ള വാഹനം. പേപ്പർ ഭാഗങ്ങളൊന്നും എത്ര പൈസ ഫുള്ള് ലോൺ ചെയ്യാനും പറ്റൂല. ബാങ്കിങ്, സിബില് എല്ലാം കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ വണ്ടിക്ക് നിങ്ങൾക്ക് ഫുള്ള് ലോൺ കിട്ടും. പൈസ ഇല്ലാണ്ട് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് ഒരു വൈറ്റ് ഇന്നോവ ആണ്. MP MLA മന്ത്രി എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു കളർ അല്ല. ടാക്സി കാറെല്ലാം ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. വൈറ്റ് ആണ്, വൈറ്റ്. ഇത് ഓഫർ റേറ്റ് ആണ്. 83,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത്. 83,000 ജെനുവിൻ ആയിക്കോ. അത് ഹിസ്റ്ററി എടുത്തോട്ടെ. നിങ്ങളും പറയണ്ടേ, നമ്മൾ എത്ര പൊലിപ്പിച്ച് പറഞ്ഞാലും അത് നമ്മൾ കച്ചവടത്തിനുള്ള പറച്ചിലേ തോന്നുള്ളൂ. ഹിസ്റ്ററി എടുത്തിട്ട് മാത്രം പോന്നാൽ മതി. ഒറിജിനൽ കേരള വാഹനാണ്. V ഓപ്ഷൻ 15 മോഡല് 899 കൊടുക്കാം. 899 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 1000 രൂപ കൂട്ടിയിട്ട് പിന്നെ 9 ആക്കിയ പോരെ. 899 കൊടുക്കാം കസ്റ്റമർക്ക്. ഈ വാഹനത്തിന്റെ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 12-12.5 ലക്ഷം രൂപ ഇപ്പൊ വില ചോദിക്കുന്ന വണ്ടിയാണ്. ഡയറക്റ്റ് കസ്റ്റമർ വന്നോട്ടെ, ഹിസ്റ്ററി എടുത്തോട്ടെ. വണ്ടി മെക്കാനിക് ഒക്കെ കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. അതായത് 60,000 സർവീസ് 40,000 ചെയ്ത വണ്ടി അല്ല. അതൊക്കെ അതായത് എല്ലാ ഭാഗം കിലോമീറ്റർ കൊണ്ട് ഓടുന്നില്ല, സർവീസ് കൊണ്ട് അധികം പോകുന്നുണ്ട്. V ഓപ്ഷൻ ആണ്. 2015 V ഓപ്ഷൻ ഒറിജിനൽ കേരള വാഹനാണ്. ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നത്. അതും തൃശ്ശൂർകാരൻ വണ്ടി. തൃശ്ശൂർത്തെ വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ നമുക്ക് ഒരു സിൽക്കി ഗോൾഡൻ കളർ കാണിച്ചു കൊടുത്തല്ലോ. 890 എന്താ കളർ അല്ലേ? 2015 V ഓപ്ഷൻ ഫുള്ള് ലോൺ ചെയ്തു. ഫുള്ള് ലോണിൽ കൊടുക്കാം. 890 ഫുള്ള് ലോൺ. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ? 2015 മോഡല് നമ്പർ ആയ വണ്ടിയാണ്. പിന്നെ ഒരുപാട് ഫിറ്റിംഗ്സ്. ഫ്രണ്ടും ബാക്കും മാറിയ ഒരു വാഹനം അല്ലേ? ഫ്രണ്ടും ബാക്കും സൈഡും ഒക്കെ സ്കേറ്റിംഗ്, DRL, അടിപൊളി ലെതർ സീറ്റ്, 8 സീറ്റ് കമ്പനി ഇൻക്ലൂഡ് വരുന്ന. ഇത് 8 സീറ്റാണ്. 3 വണ്ടി 8 സീറ്റ് വണ്ടി അല്ലേ? 2015 ലാസ്റ്റ്, പുത്തൻ ഇൻഷുറൻസ്, എല്ലാ ഭാഗം ക്ലിയർ ഉള്ള വാഹനം. നമ്പർ ആയതാണ് 890.
ഓക്കെ, മാക്സിമം ഫുള്ള് ലോണിൽ ചെയ്യാനും പറ്റും. ഫുള്ള് ലോൺ ചെയ്യാം. കസ്റ്റമർക്ക് ഇനി ചെറിയ വാഹനങ്ങൾ 90% ആളുകൾക്കും എക്സ്ചേഞ്ചിൽ വാഹനം ഉണ്ടാവും. എക്സ്ചേഞ്ച് ചെയ്യാം. എക്സ്ചേഞ്ച് ചെയ്യൂട്ടോ. നിങ്ങൾ ഏത് ചെറുവണ്ടികൾ കൊണ്ടുവന്നിട്ട് ഈ വലിയ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തു തരും. ഈ 7 സീറ്റ് വാഹനങ്ങൾ നോക്കുന്നവരില് ചിലരൊക്കെ ഈ മൈലേജ് കൂടുതൽ കിട്ടുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടോന്ന് പലരും ചോദിക്കലുണ്ട്. പൊതുവെ 7 സീറ്ററിന് 10-12 കിലോമീറ്റർ മൈലേജാ കിട്ടില്ല സാധാരണ. അപ്പൊ ആളുകൾക്ക് 20 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്നാലോ ഒരു വർഷത്തേക്ക് 4000 രൂപ ഇൻഷുറൻസ് അടച്ചാലും മതി. അങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുന്ന 7 സീറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഒരു 5-8 വണ്ടി ഉണ്ട്. 5-8 വണ്ടികളുണ്ട്. ഇനി ഇതല്ല, ഇതിന്റെ അതേ കണ്ടീഷനിൽ CNG ഉണ്ട്. 24 കിലോമീറ്റർ മൈലേജ്. 24 കിലോമീറ്റർ മൈലേജ് വേണ്ട. ഓക്കെ ഓക്കെ. നമുക്ക് ആദ്യമായിട്ട് ഈ ഒരേ കളറിൽ 2 വണ്ടി ഉണ്ട് അല്ലെ? ഇത് ഏതായിരുന്നു? 2010 ഹോണ്ടന്റെ BRV. അതും VX ഡീസല്. ഒറിജിനൽ കേരള വണ്ടിയല്ല, ഹരിയാന വണ്ടിയാണ്. ഇപ്പൊ നമ്മളെ പേരിലോട്ട് NOC എടുത്തിട്ടുണ്ട്. നമ്മള് NOCയിലാണെങ്കിൽ നിങ്ങൾക്ക് 585 കൊടുക്കാം. 585 NOC കൊടുക്കാം. നമ്പർ ആക്കിയിട്ടാണെങ്കിൽ 6.5 660 ലെവലിലാവും. ഒരു 40 രൂപ വേണ്ടി വരും. 10-60 75 രൂപ വേണ്ടി വരും. 50 രൂപ ഉള്ളിൽ നമ്പർ ആക്കാനാവും. അപ്പൊ ഒരു 660 ലെവലിൽ നമുക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. വണ്ടി എങ്ങനെയുണ്ട്? ക്വാളിറ്റി ഒക്കെ to Z സർവീസ്, ഒറ്റ ഓണർ, ഒരു ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡ് ഒന്നുമില്ല. ഒരു ടെൻഷനും വേണ്ട. നല്ല വണ്ടി. എല്ലാ ഭാഗവും ഫിറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഇതേപോലത്തെ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടി അതിനേക്കാൾ 1 ലക്ഷം രൂപ കൂടും. ഒറിജിനൽ കേരള വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. അത് ഡീസൽ, ഇതും ഡീസലാണ്. 24 കിലോമീറ്റർ ഒക്കെ മൈലേജ് പറയുന്നുണ്ടെങ്കിൽ 20 കിലോമീറ്റർ കിട്ടൂലേ? 24 പറയുന്നുണ്ടെങ്കിൽ 20 എന്തായാലും കിട്ടും. 2016 VX ഏറ്റവും ടോപ്പ് വേരിയന്റ്. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, പുഷ് ബട്ടൺ, ലെതർ സീറ്റ്, എയർ ബാഗ്, ABS എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വണ്ടി. നമുക്ക് ഫുള്ള് ലോൺ ചെയ്തു കൊടുക്കാം. 25 ഫുള്ള് ലോൺ. ഒരു ടെൻഷനും വേണ്ട. ഇനി ഇതേ കണ്ടീഷനിൽ 18 മോഡൽ ഇവിടെ ഒരു സിൽവർ കളർ കേരള ഇത് എങ്ങനെയായിരുന്നു? 2018 മോഡൽ. 18 വണ്ടി. അതും ഫുൾ ഓപ്ഷൻ വണ്ടി. പെട്രോൾ ആണ്. പെട്രോൾ ആകുമ്പോൾ നമുക്ക് 15 കിലോമീറ്റർ 16 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. ലോങ്ങില് 18 കിലോമീറ്റർ കിട്ടും. അതും സിംഗിൾ ഓണർ, 90 ഓടി, ഹിസ്റ്ററി ഉള്ള വണ്ടി. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. ടയർ കണ്ടീഷൻ 4 ഒരു 90% ടയറും ഉണ്ട്. റീപ്ലേസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി ലോണിൽ കൊടുക്കാം. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് അങ്ങോട്ട് കൊടുക്കല്ലേ? ഇത് 6.25 വില. 6.25 വില. ഇനി ഇതിന്റെ സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രാൻഡ് ഒക്കെ ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ, മൂപ്പരെ ഒപ്പിച്ചു തരും കേട്ടോ. ഇവിടെ നമുക്ക് 2 ഖിദ്മത്തിന്റെ ക്രിസ്റ്റകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് കോഫി ബ്രൗൺ ആണ് അല്ല? കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഇത് രണ്ടും. നമുക്ക് ആദ്യം ഈ സിൽവർ കളർ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഫുള്ള് ലോൺ മുടക്കില്ലാതെ ഇറക്കാൻ പറ്റുന്ന ക്രിസ്റ്റ അന്വേഷിക്കുന്നവർക്ക് മാത്രം. വേറെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് ഒന്നുമില്ല. A to Z ഹിസ്റ്ററി ഷോറൂം. ഹിസ്റ്ററി എടുക്കാൻ പറ്റിയ ഒരു വാഹനം അല്ല? 2019 ലാസ്റ്റ് ടൈപ്പ് 3 കൺവേർഷൻ ചെയ്തു. 2,60,000 കിലോമീറ്റർ. A to Z ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ. അതും നിങ്ങൾക്ക് G+ ആണ് വേരിയന്റ്. ഈ ഒരു വാഹനം നമുക്ക് ഓഫറിൽ 14.5 ലക്ഷം രൂപ കൊടുക്കാം. 14 ലക്ഷം രൂപ കൊടുക്കാം. ഫുള്ള് ലോണ്. അതും കേരള വണ്ടി. കേരള രജിസ്റ്റർ നമ്പർ ആയ വണ്ടി. 4 പുത്തൻ ടയർ, സ്റ്റെപ്പ്, ലെതർ സീറ്റ് കവർ, എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുള്ളതാണ്. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടി. പെട്ട വണ്ടി. അടുത്ത നമുക്ക് ഇവിടെ ഒരു കോഫി ബ്രൗൺ കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? പക്കാ കേരള വണ്ടി. ഇതും KL50 രജിസ്റ്റേർഡ് അല്ല? നമ്പർ ആയതല്ല, ഒറിജിനൽ കേരള വണ്ടി. അത് മാനുവൽ ഓട്ടോമാറ്റിക് 2.8 ഓട്ടോമാറ്റിക് 1.22 ഓടി, കമ്പനി ഹിസ്റ്ററി സർവീസ്. 15,90 കൊടുക്കാം. 15,90 കൊടുക്കാം. ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക 2 വണ്ടിക്കും. 2 വണ്ടിക്കും അല്ലെ? ഇതും വണ്ടി മിയാമിയ ഒന്നും നോക്കാനില്ല. ഹിസ്റ്ററി നമുക്ക് എടുത്തു കൊടുക്കാം കസ്റ്റമർക്ക്. കണ്ടിന്യൂറ്റി എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 85,000 രൂപയുടെ സർവീസ്, ബ്രേക്ക് റോട്ടർ, അതിന്റെ സസ്പെൻഷന് കാര്യങ്ങൾ, 2 ടയർ എല്ലാം മാറി 88,000 രൂപയുടെ ബില്ല് അടക്കം നമുക്ക് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കല്ലേ? ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചു. ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു ഇന്നോവ കാർ, ഒരു ടെൻഷനും വേണ്ട, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. എങ്ങനെയാണ് ബ്രോ? മിയ കണ്ടീഷൻ. വണ്ടി എടുക്കാൻ വന്ന ആള് കുറ്റം പറയാനില്ല, കൊണ്ടുപോവുക. ഓക്കെ, ഒരു മൈനസും ഇല്ല. 29 വരെ പേപ്പർ. 2009 രജിസ്റ്റർ, 8 മോഡൽ, V വേരിയന്റ്. വി ഓപ്ഷൻ. എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്. കമ്പനി വന്ന അതേ കണ്ടീഷൻ. സിൽക്കി ഗോൾഡില് 10-30 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 4 ആക്കാം. 3.85 കൊടുക്കാം. കൊണ്ടുപോയി ലോണും കിട്ടും. വണ്ടി നിങ്ങൾ വന്ന് കണ്ടോ, വണ്ടി കൊണ്ടേ പോകും. അത്രക്കും പക്ക വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മിയ കണ്ടീഷൻ. ഒന്നും നോക്കാനില്ല, കണ്ണ് ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു കുത്തം മിനാർ ഫോർച്യൂണർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്.
രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2010 ആ 4x4 4x4 ഓക്കെ, ടീറടക്കം വരുന്ന വാഹനം, അതും ഓഫ് റോഡ് ഒക്കെ രാജാവ്. ഓക്കെ, 2010 മോഡല്, 10 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ പേപ്പർ എടുത്തുക്കണം. 5 കൊല്ലത്തെ ടാക്സ്, പുതിയ 7 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസ്, തന്നെ 7 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസ് കൊല്ലം മാർച്ച് വരെ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. അതും മറ്റേ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, 30 വരെ ഫുൾ പേപ്പർ. ഒന്നും 5 കൊല്ലത്തിന് ഒന്നും നോക്കാനില്ല. കസ്റ്റമർ കൊണ്ട് 7,20,000 രൂപ ഫൈനൽ റേറ്റ്. 7,20,000 രൂപ കൊടുക്കും ഈ വണ്ടി. 8 ലക്ഷം രൂപ ചോദിച്ചതാണ്, 80,000 രൂപ ഓഫർ. ഓക്കെ, അതും 4x4 ആണ് കേട്ടോ. അത് നിങ്ങൾ വണ്ടി എടുത്തു വന്നോളൂ. വണ്ടിയൊക്കെ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, അടിപൊളി, എല്ലാ ഭാഗം നീറ്റ് ആൻഡ് കണ്ടീഷൻ. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ല, എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഹിസ്റ്ററിയുള്ള വണ്ടിയാണിത്. 2 വണ്ടി ഹിസ്റ്ററിയുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി 5 സ്പീഡ് വേണ്ടവർക്ക് അടിപൊളി ക്വാളിറ്റി. ഓട്ടോമാറ്റിക്കലി 5 സ്പീഡ് അങ്ങനെ മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള പ്രൈസും കൊടുക്കണം. 2013 ആളുകൾ അന്വേഷിച്ച് വരുന്ന ഒരു വാഹനമാണ്. അതും സിംഗിൾ ഓണർ ആയിരുന്നു, ഇപ്പൊ നമ്മളെ പേരിലോട്ട് മാറി. ഓക്കെ, ഇത് 12.5 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി. 12.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും ചിലപ്പോ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എന്തായാലും. മോഡൽ എത്ര? 13 ലാസ്റ്റ് വണ്ടി, സിംഗിൾ ഓണർ. ഈ ഒരു വാഹനം നമ്മളെ പേരിലോട്ട് ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. എല്ലാ ഭാഗം ക്ലിയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടക്കം നമുക്ക് ഈ ഒരു വാഹനത്തിൽ റേറ്റ് ചെയ്ത് കൊടുക്കാം. മെക്കാനിക് ഫുൾ ഫിറ്റ്, ഒന്നും നോക്കാനില്ല, കാരണം ചിമ്മിട്ട് എടുക്കാം. അപ്പൊ ബാണം വിളിച്ചോ. അതും 2 വീല് ഓട്ടോമാറ്റിക് 5 സ്പീഡ്, 13 ലാസ്റ്റ്, 2,20,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ളതാണ്. ഓക്കെ, 10 ലക്ഷം രൂപക്ക് ഒരു കിതുമത്തിന്റെ ക്രിസ്റ്റ എങ്ങനെയായിരുന്നു ബ്രോ? 2018 രജിസ്റ്റർ, അതും നമുക്ക് MH ഹിസ്റ്ററി ഉള്ള വണ്ടി. 2,20,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉണ്ട്. G+ വേരിയന്റ് 17-18 രജിസ്റ്റർ വരുന്ന ഡുവൽ എയർ ബാഗ്, ABS, അലോയ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, ലെതർ സീറ്റ്, എല്ലാം ടൈപ്പ് 3 കൺവെർഷൻ അടക്കം ചെയ്തിട്ടുണ്ട്. MH നിങ്ങൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റും. MH04 വരുന്ന 10 ലക്ഷം രൂപ അല്ല, 990 കൊടുക്കാം. 990 കൊടുക്കുക. കണ്ണ് ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. അത് ഇവിടെ എവിടെ പേരിൽ NOC എടുത്തിട്ടില്ല. നിങ്ങൾക്ക് റെഡി പൈസ തരാണെങ്കിൽ നിങ്ങളെ പേരിൽ എടുക്കാം. നമ്മളെ പേരിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല. അതിന് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പേരിലോട്ട് NOC എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഏത് ജില്ലക്കാരായാലും നിങ്ങളെ നമ്പറിലേക്ക് മാറാൻ പറ്റും. ഏത് സംസ്ഥാനക്കാരായാലും ഡൽഹിക്ക് NOC എടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ബാണം പിടിച്ചോ. വണ്ടി ഇവിടെ ഒരു 7 സീറ്റ് വണ്ടി എർട്ടിക, അതും ഒരു ആൾട്ടോ കാറിന്റെ പൈസക്ക് തരും കേട്ടോ. എങ്ങനായിരുന്നു ബ്രോ? 2013 ലാസ്റ്റ് രജിസ്റ്റർ, 12 മോഡൽ വരുന്ന ZDI വരുന്നതാണ്. എയർ ബാഗ്, ബാക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം നമുക്ക് 420 കൊടുക്കാം. വേറെ മെക്കാനിക് ഫുൾ ഫിറ്റ് എണ്ണടിക്കാൻ ഓടാന്നുള്ളത് വേറെ പണിയില്ല അല്ല. അതും നിങ്ങൾക്ക് ഫുള്ള് ലോൺ ഇല്ല, ഒരു 90% ലോൺ ചെയ്ത് കൊടുക്കാനും പറ്റൂല. ഒരു മാക്സിമം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. 50 രൂപ മതി. വാഹനങ്ങളിൽ ഉപജീവിത മാർഗം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലെ. അതും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യും. സീറ്റ് ഉള്ളതാണ്. അതും ലൈഫ് ടാക്സ് ഉള്ള വണ്ടി. അതൊരു കൊല്ലത്തിന്റെ ടെസ്റ്റിന്റെ ചാർജ് ആകെ 1,600 റുപ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലം ടെസ്റ്റ് എടുത്ത് പോകാം. ടാക്സ് അടക്കണ്ട, കാരണം 31 വരെ ടാക്സ് ഓൾറെഡി കമ്പനി. ഇത് പ്രൈവറ്റ് വണ്ടി ആയിരുന്നു, അത് പ്രൈവറ്റിൽ നിന്ന് ടാക്സി ആക്കിയതാണ്. അത് 2016 മൊബീലിയോ S വേരിയന്റ്. അധിക വണ്ടിയും ആണ് ഓപ്ഷൻ വരിക. S വേരിയന്റ് ആണ്. സെൻട്രൽ AC അടക്കം വരും. AC, പവർ സ്റ്റാരിംഗ്, 4 ഡോർ പവറിന്റെ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, കമ്പനി സെറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് കീ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ടയർ 90% മുകളിൽ ടയർ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ബ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. A to Z ഹിസ്റ്ററി ഉണ്ട്. 1.48 ഓടി. ഇത് നമുക്ക് ഫൈനല് 4.85 കൊടുക്കല്ലേ. അത് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 70% ലോൺ ചെയ്ത് കൊടുക്കാം.